ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമുക്ക് കോളിഫ്ലവർ കൊണ്ട് നമുക്ക് ഗോബി മസാല ഉണ്ടാക്കിയാലോ. ഇത് ഗോബി മഞ്ചൂരിയൻ പോലെ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. ഒരു കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഒരു സവാള, ഒരു തക്കാളി, 3 പച്ചമുളകാണ് നമുക്ക് വേണ്ടത്. ഒരു പാത്രത്തിൽ 4 ഗ്ലാസ് വെള്ളം ചേർത്ത് ഈ കോളിഫ്ലവർ കട്ട് ചെയ്ത് വെച്ചതിനായിട്ട് നമുക്ക് 2 മിനിറ്റ് വേവിച്ചെടുക്കണം. അതിലേക്ക് നമുക്ക് ഒരു 4 സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ കൂടെ ഉപ്പ് കൂടെ നമ്മൾ ചേർക്കണം കേട്ടോ. ഇതിനെ നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നമുക്ക് പൊരിച്ചെടുക്കാം. ഒത്തിരി എണ്ണ വേണ്ട, ആവശ്യത്തിനുള്ള സകല എണ്ണ മതി. നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ടാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഈ കോളിഫ്ലവർ നമുക്ക് പൊരിച്ചെടുക്കേണ്ടത്. കളർ മാറാതെ നോക്കിക്കൊള്ളുകയും ചെയ്യണം കേട്ടോ. കളർ മാറരുത്, ഒത്തിരി ബ്രൗൺ ഒന്നും ആകരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതിനെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതാണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി ഒരു പാത്രത്തിലോട്ട് എടുക്കാം. നമ്മൾ കോളിഫ്ലവർ പൊരിച്ച എണ്ണ ഉണ്ടല്ലോ, ആ പാത്രത്തിൽ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് ഇതിനെ നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ സവാള, അതുകൂടെ ചേർക്കണം. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിം ആണെങ്കിൽ കരിഞ്ഞു പോകും. തക്കാളിയും പച്ചമുളകും കൂടെ അതിനുശേഷം ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ നമുക്ക് ചേർക്കണം. ഉള്ളിയും തക്കാളിയും പച്ചമുളകും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ മസാല പൊടികൾ കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കണം കേട്ടോ. ആ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് നമുക്ക് ഇതിനെ യോജിപ്പിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള സകല ഉപ്പ് മതി. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. കാരണം നമ്മൾ കോളിഫ്ലവറിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ 1/4 ടീസ്പൂൺ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ഇനി നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കൂടെ ചേർത്ത് നന്നായിട്ട് ഈ മസാലയായിട്ട് നമ്മൾ യോജിപ്പിക്കണം. വളരെ സ്ലോ ആയിട്ട് യോജിപ്പിച്ചാൽ മതി. ഇത് കോളിഫ്ലവർ ഇങ്ങനെ പൊട്ടിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് കടിച്ച് തിന്നാൻ നല്ല ടേസ്റ്റായിരിക്കും. ഇനി 1/2 ടീസ്പൂൺ കോൺഫ്ലവർ 1/4 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഈ മസാല കൂട്ടിലേക്ക് നമുക്ക് ചേർക്കണം. നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കണം. ഇത് വെരി ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ദോശയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. ഉച്ചയ്ക്ക് ലഞ്ചിനും നമുക്കിത് എടുക്കാം. ഞാൻ ഇന്ന് അപ്പമാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഇന്ന് അപ്പത്തിൻ്റെ കൂടെയാണ് ഈ ഗോബി മസാല കഴിച്ചത്. നല്ല അടിപൊളി അപ്പമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.